ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുപൊടി കുറച്ചെടുത്തുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, നനച്ചെടുക്കുകയാണ് കേട്ടോ. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാ പുട്ടുപൊടി വെച്ച് മാത്രമല്ല, കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിൻ്റെ പുട്ട് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വലിയവർക്കും വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം കുറച്ച് അരിപ്പൊടിയും കൂടിയും കൂട്ടിയിട്ടുള്ള പുട്ടാവുമ്പോൾ എല്ലാവരും കഴിച്ചോളും. ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് റവ ചേർത്താലും മതി. ഇത് പുട്ടുപൊടിയാണ് കേട്ടോ, നമ്മളെ ഹോം ഷോപ്പത്തെ പുട്ടുപൊടിയാണിത്. അപ്പോൾ ഞാൻ പുട്ടുപൊടിയൊക്കെ വെള്ളത്തിലിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ പുട്ടുപൊടിക്ക് ചേർത്ത ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവും. ഗോതമ്പ് പൊടിയിൽ പിന്നെ അറിയാലോ, വേഗം വെള്ളം കൂടുതലായി പോവും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചിട്ട് ഇതാ അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ പുട്ടുപൊടിയിൽ ഉപ്പ് ചേർത്തപ്പം കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടിക്കും കൂടെ ഉള്ള ഉപ്പായിട്ട് ചേർത്തിന് കേട്ടോ. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ല നനവായിട്ടുണ്ട്. നമുക്ക് സാധാ പുട്ട് ചുടാനുള്ള നനവായിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് പിന്നെ അതിന് മുന്നേ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ കടലൊക്കെ വെന്ത അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വറുത്തരച്ച കടലക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ഇതാ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ വറുക്കാനൊക്കെ അടിപൊളിയാട്ടോ നമ്മൾ ഈ ഒരു പുതിയ ചട്ടി. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ പുട്ട് ചുടാൻ തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗത പുട്ടുകുറ്റിക്ക് തേങ്ങയും അതേപോലെ തന്നെ നമ്മൾ പുട്ടുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില മക്കൾക്ക് ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം പുട്ട് ചുട്ടാലും പറ്റൂല. അതേപോലെ തന്നെ റാഗിപ്പൊടിയും മാത്രം വെച്ചുകൊണ്ട് പുട്ട് ചുട്ടാലും കുട്ടികൾക്ക് പറ്റൂലല്ലേ. പക്ഷെ നല്ലതാണ് അതൊക്കെ, ഒരു കഴിക്കൂല. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റവേ അല്ലെങ്കിൽ ഇതേപോലെ പുട്ടുപൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇതാ പുട്ടുപൊടിയും തേങ്ങയൊക്കെ ഞാൻ പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ട് ചുടുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിറച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൗണ്ടർ ടോപ്പും വെച്ചിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കുന്ന പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നിന്നോളും. നല്ലോണം അമ്പിച്ച് കൊടുക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് ആവി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ രണ്ടാമത്തെ കുറ്റി പുട്ട് ഞാൻ വേഗം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പം ആവി വരും കേട്ടോ. പുട്ടാകുമ്പോൾ എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ വാഴയിലേക്കാണ് കേട്ടോ പുട്ട് കുത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടലൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത ചട്ടി തന്നെ കഴുകി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുകൊണ്ട് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വറുത്ത് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കടലേക്ക് ഒന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് അങ്ങനെ വേവിച്ചെടുത്തതാണ്. പിന്നെ തേങ്ങ വറുത്തപ്പം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഇതാ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത്. അപ്പോൾ കറിയിൽ കുറച്ച് വെള്ളം കൂടിയോന്നൊരു തോന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കടല അതിന് എടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് അതേപോലെ ഒന്ന് അരച്ചെടുത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറി ആയിട്ടുണ്ട് ഇപ്പോൾ. ഇങ്ങനെ കടല കുറച്ച് അരച്ച് ചേർക്കുകയാണെങ്കിൽ കടല പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ വയറ്റിലൊക്കെ കടല ആയിക്കോളും. ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആൾക്കാർ. കടലക്കറി എന്ന് വെച്ചാൽ കടല പറ്റൂല, അതിൻ്റെ കറി മാത്രം എടുത്തിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മഞ്ജുമോള് ചായ എടുക്കാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ചായ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുട്ടിൻ്റെ കളർ കണ്ടപ്പോൾ ചോദിച്ചിട്ടോ, അത് ഗോതമ്പ് പൊടിൻ്റെ പുട്ടാണോ? അതൊന്നും അല്ല, അത് നല്ല അടിപൊളി പുട്ടാണോ, ഒന്ന് കഴിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഞങ്ങളെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ഏറ്റവും മടിയുള്ള ആളാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ചേ കഴിക്കുള്ളൂ. ഇപ്പോൾ ചോറാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അന്ന് വലിയൊരു കഷ്ണം പുട്ട് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലേറ്റിൽ. അതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ദായിഫക്കുട്ടിയും റിച്ചും മദ്രസക്ക് പോയിക്കാണ്. അപ്പോൾ ഞാനും ഓളെ കൂടെ തന്നെ ഇരുന്നാണ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു വരണമെങ്കിൽ ഇപ്പോൾ 9 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായയൊക്കെ കുടിച്ചു. പിന്നെ
ചോറൊക്കെ വെന്തിട്ടുണ്ടേനി. ചോറ് ഞാൻ ഇന്ന് കറണ്ട് അടുപ്പുമ്പോൾ തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടേനിയത്. അടുപ്പത്തേക്കൊന്നും പോയിട്ടില്ല, തീ കത്തിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ചോറ് വെന്ത് വാർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിന് ഉപ്പേരിയൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു, മുട്ട പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മുട്ട പൊരിക്കുമ്പോൾ അതിക്കൊന്നും വേണ്ട കേട്ടോ, ഉള്ളിയോ പച്ചമുളകോ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല മഞ്ജുമോൾക്ക്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഒന്നും ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട്, അതും വേണമെന്നില്ല കേട്ടോ. വെറും ഉപ്പ് മാത്രം ഇട്ടാണ്ട് പൊരിച്ചാൽ മതി, അങ്ങനെയാണ് ഓൾക്ക് ഇഷ്ടം. പിന്നെ ഇതാ ചോറ് കണ്ടില്ലേ, ഒരു പിടി ചോറുണ്ട്, ഓളന്നെ കേട്ടോ ചോറ് പാത്രത്തിലാക്കിയിരിക്കണത്. അപ്പോൾ അതിക്കതാ മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് ഓൾക്ക് എന്നുള്ള ചോറിനുള്ള കൂട്ടാൻ. അങ്ങനെ കുട്ടികളൊക്കെ പോയി. പിന്നെ നമ്മളാകാക്ക അടിച്ചു വാരലും തുടക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ വന്നതാട്ടോ. അപ്പോൾ ഇനി എനിക്ക് ചോറ് വയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഒന്ന് കൂട്ടാനൊന്നും. അപ്പോൾ ഇന്ന് മീൻകാരൻ പോയപ്പോൾ മീനും വാങ്ങിച്ചിട്ടില്ല. ഇന്ന് ചിഞ്ചുമോള് വരുമെന്ന് പറഞ്ഞിനി. അപ്പോൾ എന്നാൽ വൈകുന്നേരം ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് മീനും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ചോറിന് കൂട്ടാണ്ടാക്കുകയാണ്. ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴുകിയിട്ട് ഇതാ നമ്മളെ ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും മതി. ചതച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ ആ നീരൊക്കെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലായിക്കോളും. അപ്പോൾ ഞാൻ ഇടികല്ലിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചോറ് കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ചമ്മന്തി നമ്മൾ ആദ്യമേ ഉണ്ടാക്കുന്നതാണ്. പിന്നെ യൂട്യൂബിൽ വൈറലായി കൊണ്ട് നിൽക്കുന്ന ഒരു ചമ്മന്തിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയും ആ ഒരു വൈറലായ ചമ്മന്തിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ചതച്ചെടുത്ത ചെറുള്ളിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. എനിക്ക് കഫക്കെട്ടും ചുമയൊക്കെയല്ലേ, അപ്പം കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ പുളിൻ്റെ പൾപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞിട്ട് പുളിൻ്റെ നീര് ഒഴിച്ചു കൊടുത്താലും മതി. നമ്മളുണ്ടാക്കുന്ന ചമ്മന്തി ഇത്രേ ഉള്ളൂ. ഇതിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി കുഴച്ചെടുക്കലാണ്. പക്ഷെ ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചമ്മന്തി ഇങ്ങനെയല്ല. ഇതേപോലെ കൈ കൊണ്ട് ഞെരടി എടുത്തതിന് ശേഷം പിന്നെ ചൂടുള്ള വെളിച്ചെണ്ണയിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ടാണ്ട് മൂപ്പിച്ചിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അങ്ങനത്തെ ചമ്മന്തി. അപ്പോൾ ഞാനും അതേപോലെ ചെയ്ത് നോക്കി. ഒരു ചെറിയ പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഇതാ ചമ്മന്തിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെറിയ പാത്രത്തിലല്ല എടുത്തിരുന്നത്. അപ്പോൾ ഇത് ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വലിയ പാത്രത്തേക്ക് ആക്കിയതാട്ടോ. അങ്ങനെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ചോറിന് കൂട്ടാൻ. നല്ല ടേസ്റ്റാണ്. വേറെ കറികൾ അല്ലെങ്കിൽ പിന്നെ മീനിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം കുഴച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം. അപ്പോൾ കറിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. രാവിലെ നമ്മൾ ഉണ്ടാക്കിയ കടലക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട്, അതേപോലെ മുട്ട പൊരിക്കണമെങ്കിൽ മുട്ട പൊരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ. വെറും ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ. അങ്ങനെ ചമ്മന്തി ചോറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിഞ്ചുമോൾ വന്നിട്ടുണ്ടേനി. അപ്പോൾ ചായക്ക് കടിയോൾ വന്നപ്പോൾ കൊണ്ടുവന്നേനി കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനും മക്കളും കിച്ചണിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചിഞ്ചുമോൾ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഉമ്മച്ചിയെ കൂട്ടാൻ ഇന്ന് ചിക്കനൊന്നും വേണ്ട, ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് മുട്ട പുഴുങ്ങിയിട്ടിട്ടാണ്ട് അങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കുമല്ലോ, അങ്ങനത്തെ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ പൂതി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഉമ്മച്ചീൻ്റെ പണി എന്താ വെച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ നിന്ന്. അപ്പോൾ ഇതാ മക്കൾ 4 ആളും കൂടിയിട്ടാണ് കേട്ടോ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നാൽ ഒരു കൂട്ടാൻ ഉണ്ടാക്കട്ടെ, എനിക്കെൻ്റെ പണി എടുക്കാമല്ലോ. പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കവറിൽ കടന്നിട്ട് രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേന് വിയർപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കേട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാർ കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ചിന് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടല്ലേ തരിക. അപ്പോൾ അതിന്മേന്നൊക്കെ ഇങ്ങനെ നീരൊലിച്ചിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്, പുറത്ത് വെക്കേണ്ടതൊക്കെ പുറത്ത് കൊടുത്ത് വെക്കാമെന്ന് കരുതി. സാമ്പാറൊക്കെ വെച്ചിട്ട് കുറേ ദിവസത്തേക്കാണ് ഒന്നും വാങ്ങിക്കലില്ല കേട്ടോ. ഇനിയിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ ആളുണ്ടെങ്കിലുള്ള നമുക്ക് ഉണ്ടാക്കാനൊരു ആഗ്രഹം ഉണ്ടാവുക. ഇവിടെ ഫുഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മഞ്ജുമോളാണ് കുറച്ച് വലുത് ഇവിടെ വീട്ടിലുള്ളത്. ഓൾക്ക് ഒന്നും വേണമെന്നില്ല. പിന്നെ നമ്മളെ ഐഫക്കുട്ടി റിച്ചുവാണ്, ഓർക്ക് ഓരോ മുട്ടയൊക്കെ പൊരിച്ചെടുത്താലും ഒരു ചോറ് കഴിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചിഞ്ചുമോളുണ്ടാകുമ്പോൾ അങ്ങനെയല്ല, ഉമ്മച്ചി അതുണ്ടാക്കും ഉമ്മച്ചി ഇതുണ്ടാക്കുക പറഞ്ഞാണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനും തോന്നും. എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതാ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കൂട്ടാണ്ടാക്കലുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സവാള മാത്രം വഴറ്റിയാൽ പോരെ, അതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ
ഉമ്മച്ചി മുണ്ടാതെ അവിടെ നിന്നാൽ മതി, ഇത് ഐഫ കിച്ചൻ്റെ റെസിപ്പി അല്ല അതിൻ്റെ റെസിപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾക്ക് അതിക്ക് തക്കാളി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തേലും കാട്ടിക്കോട്ടെ, ഓരുണ്ടാക്കണതുമാണല്ലോ നമുക്ക് കഴിക്കല്ലേ. അപ്പോൾ ഉള്ളി വാട്ടിയാണ്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിരിക്കണ്. പിന്നെ ഇതാ 3-4 മുട്ടയൊക്കെ എടുത്താണ്ട് പൊരിച്ചണുണ്ട്. പിന്നെ ഉണ്ടല്ലോ കുട്ടികൾ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞാണ്ട് അങ്ങനെ ഓർക്ക് അവസരം കൊടുക്കാതിരിക്കരുത്. ഓർക്ക് അവസരം കൊടുക്കണം. ഓരും ഉണ്ടാക്കി പഠിക്കേണ്ടത് തന്നെയല്ലേ, ഓർക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതിനൊക്കെ സമ്മതിക്കലുണ്ട് കേട്ടോ. പിന്നെ മുട്ട തിരിച്ചിടാൻ വയ്ക്കണില്ലേ ഇനി, അതിന് പിന്നെ എന്നെ വിളിച്ചപ്പം പിന്നെ ഞാൻ മുട്ട തിരിച്ചിട്ട് കൊടുത്ത്. കുട്ടികളെപ്പോഴും ഫോണുമ്പോൾ കളിച്ചിരിക്കണേക്കാട്ടിലും നല്ലത് ഇതേപോലെ നമ്മളെ കൂടെ എന്തിനെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്തിരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയെടുക്കേണ്ടി വരും. ഇത് ഓരും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളെ ജോലികൾ തീരുന്നത് നമ്മൾ അറിയൂല്ല. വർത്താനം പറഞ്ഞാൽ അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടല്ലേ നമ്മൾ ജോലികളൊക്കെ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മളെ മക്കളെ നമ്മളെ കൂടെ കൂട്ടാൻ നോക്കണം. പിന്നെ നമുക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ വരലുണ്ട്, ചില കമൻറ്റിൽ ചോദിക്കലുണ്ട് നിങ്ങളെങ്ങനെ കുട്ടികളോട് പെരുമാറല്. കുട്ടികളോട് നിങ്ങളൊക്കെ എങ്ങനെ പെരുമാറില്ല അതേപോലെ തന്നെ കേട്ടോ ഞാനും പെരുമാറല്. എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തൊക്കെ കാണിച്ചാൽ ദേഷ്യപ്പെടും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അത് അംഗീകരിക്കുകയും ചെയ്യും. പിന്നെ എപ്പോഴും നമ്മൾ ഫ്രണ്ട്സുകളെ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഓരോ കാര്യങ്ങൾ എന്നോടും പറയും, എൻ്റെ കാര്യങ്ങളൊക്കെ ഓരോടും പറയും. എനിക്ക് ഞാൻ ജോബിനൊക്കെ പോകുമ്പോൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഓരോട് പറയാനുണ്ടാവും, അത് ഓരോട് ഷെയർ ചെയ്യും. അതേപോലെ ഓല് സ്കൂളിലുള്ള കാര്യങ്ങളും മദ്രസയിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് എന്നോട് പറയും. അതുപോലെ ചിഞ്ചുമോക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും പറയാനും, ഓളെ ഹോസ്റ്റലത്തെ കാര്യങ്ങളൊക്കെ, ഹോസ്റ്റലത്തെയും കോളേജത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കേൾക്കാൻ നമ്മളും സമയം കണ്ടെത്തണം. നമുക്ക് എപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞാണ്ട് കുട്ടികൾ പറയണതൊന്നും കേൾക്കാൻ നിൽക്കാതെ നമ്മളെ ജോലികൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ ആരെങ്കിലും തേടി പോകില്ലേ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ. അങ്ങനെ ഒരു കൂട്ടാനുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ പണികളും തീർന്ന് പച്ചക്കറികളൊക്കെ ഞാൻ ബോക്സിലൊക്കെ ആക്കി ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ വല്ലാതെ വൃത്തിയേടൊന്നുമില്ല. ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ എടുത്ത് വെച്ചാണ്ട് അങ്ങനെ കഴുകലൊക്കെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ഈ പച്ചക്കറികളും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. പിന്നെ നമ്മളെ ഫ്രിഡ്ജും തന്നെ ചെറുതാണ്. അപ്പോൾ ഗായ്സിൻ്റെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആക്കണ്, ഓംലേറ്റ് ഇവിടെ റെഡി ആക്കണ്, പ്ലേറ്റ് ഇവിടെ റെഡി ആക്കണ്. നമുക്ക് ഇത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാവും നിമ്മച്ചിൻ്റെ കൊണ്ടാട്ടമുളകിൻ്റെ അച്ചാർ കുറച്ച് മതി. നമുക്കിത് കഴിച്ചാൽ ഇതിങ്ങനെ കഴിച്ചാന്ന് വെച്ചാൽ ഇതിന്ന് ഉള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇതിന് കുറച്ച് എടുത്തിട്ട് സീനുണ്ടോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് മക്കളുണ്ടാക്കിയ കൂട്ടാനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്